സംസ്ഥാനത്തെ പ്രമുഖ സർക്കാർ ആശുപത്രിയായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ പ്രതിക്കൂട്ടിലാക്കുന്ന അതീവ ഗുരുതരമായ ഒരു ചികിത്സാപ്പിഴവ് വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അവിടെ ശസ്ത്രക്രിയ കഴിഞ്ഞ് തീവ്രപരിചരണ വിഭാഗത്തിൽ കിടന്നിരുന്ന രോഗിയുടെ കാലിൽ പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പാരിപ്പള്ളി സ്വദേശി രാജേന്ദ്ര പ്രസാദിനാണ് ആശുപത്രി അധികൃതരുടെ കടുത്ത അനാസ്ഥ മൂലം ഈ ഭീകരമായ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഈ ക്രൂരമായ അനാസ്ഥയുടെ വിവരങ്ങൾ പുറത്തുവരുന്നത്. 5 ദിവസത്തെ ICU വാസത്തിന് ശേഷമാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച വെളിച്ചത്താവുന്നത്. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയെത്തിയ രോഗിക്കാണ് മെഡിക്കൽ കോളേജിൽ നിന്നും ഈ ദുരനുഭവം ഉണ്ടായത്. കഴിഞ്ഞ മാസം 28-ാം തീയതി ഉണ്ടായ ഒരു ബൈക്ക് അപകടത്തിലാണ് പാരിപ്പള്ളി സ്വദേശിയായ രാജേന്ദ്ര പ്രസാദ് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. കാലിന്റെ പരിക്ക് അതീവ ഗുരുതരമായതിനാൽ ഇയാളെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും കാലിൽ കമ്പിയിടുകയും ചെയ്തിരുന്നു. സർജറിക്ക് ശേഷം പൂർണ്ണമായ പരിചരണവും നിരീക്ഷണവും ഉറപ്പാക്കാൻ കഴിഞ്ഞ 5 ദിവസമായി ഇയാളെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചിരുന്നത്. 5 ദിവസത്തെ ICU നിരീക്ഷണത്തിന് ശേഷം രോഗിയെ ജനറൽ വാർഡിലേക്ക് മാറ്റിയപ്പോഴാണ് ബന്ധുക്കൾ പോലും ഞെട്ടിയ ആ കാഴ്ച കാണുന്നത്. 5 ദിവസത്തിന് ശേഷം ഇന്ന് രാജേന്ദ്ര പ്രസാദിനെ ICUവിൽ നിന്നും ജനറൽ വാർഡിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. എന്നാൽ വാർഡിലെത്തിച്ച് രോഗിയുടെ സർജറി ചെയ്ത കാലിലെ ബാൻഡേജ് പരിശോധിച്ച ബന്ധുക്കൾ കണ്ടത് മുറിവിൽ പുഴുക്കൾ അരിക്കുന്ന നിലയിലാണ്. ICU പോലുള്ള അതീവ ജാഗ്രത വേണ്ട സ്ഥലത്ത് വെച്ച് രോഗിക്ക് കൃത്യമായ ഡ്രസ്സിങ്ങോ വൃത്തിയുള്ള പരിചരണമോ നൽകിയില്ല എന്നതിന്റെ വ്യക്തമായ തെളിവായിരുന്നു ഇത്. തുടർച്ചയായ ദിവസങ്ങളിൽ മുറിവ് വൃത്തിയാക്കാതിരുന്നതാണ് ഇത്തരമൊരു ദയനീയ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നു. രോഗിക്ക് ആവശ്യമായ പരിചരണം നൽകുന്നതിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് കടുത്ത വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. രോഗിയുടെ നില അതീവ ഗുരുതരമായിട്ടും കൃത്യമായ ഇടവേളകളിൽ മുറിവുകൾ പരിശോധിക്കാൻ പോലും ആരും തയ്യാറായില്ല. മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഈ ക്രൂരമായ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് രോഗിയുടെ കുടുംബത്തിന്റെ തീരുമാനം. ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് ജനറൽ വാർഡിലേക്ക് മാറ്റിയ രോഗിയുടെ അവസ്ഥ കണ്ട് ബന്ധുക്കൾക്കുണ്ടായ അമർഷവും അതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ അരങ്ങേറിയ നാടകീയ രംഗങ്ങളുമാണ് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. മുറിവിലെ പുഴുക്കളെ കണ്ട നിമിഷം മുതൽ രോഗിയുടെ കുടുംബം ആശുപത്രി അധികൃതർക്കെതിരെ ശക്തമായി രംഗത്ത് വന്നു. രാജേന്ദ്ര പ്രസാദിന്റെ സർജറി ചെയ്ത കാലിൽ പുഴുക്കൾ അരിക്കുന്നത് കണ്ട് പ്രകോപിതനായ ബന്ധുക്കൾ ആശുപത്രിയിൽ വലിയ രീതിയിൽ ബഹളം വയ്ക്കുകയും ജീവനക്കാരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ICUവിൽ ഇത്രയും ദിവസം കിടന്നിട്ടും എന്തുകൊണ്ട് ഈ അവസ്ഥ ഉണ്ടായി എന്നതിന് കൃത്യമായ മറുപടി നൽകാൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർക്ക് കഴിഞ്ഞില്ല. ഇതോടെ ബന്ധുക്കളുടെ പ്രതിഷേധം കനത്തു. പ്രതിഷേധം നിയന്ത്രണാതീതമാവുകയും മാധ്യമങ്ങളിൽ അടക്കം വാർത്തയാവുകയും ചെയ്തതോടെ ആശുപത്രി അധികൃതർ പ്രതിരോധത്തിലായി. ബന്ധുക്കളുടെയും ജനങ്ങളുടെയും ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ അടിയന്തരമായി ഇടപെട്ടു. തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച മറയ്ക്കാനും രോഗിയുടെ അവസ്ഥ കൂടുതൽ വഷളാവാതിരിക്കാനും വേണ്ടി അവർ രോഗിയെ അടിയന്തരമായി വീണ്ടും തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് തന്നെ മാറ്റിയിരിക്കുകയാണ്. രോഗിയെ വീണ്ടും ICUവിലേക്ക് മാറ്റിയെങ്കിലും തങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ കുടുംബം തയ്യാറല്ല. ICUവിൽ വെച്ച് കൃത്യമായ പരിചരണം നൽകാതിരുന്ന ഡ്യൂട്ടി ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് അറ്റൻഡർമാർ എന്നിവർക്കെതിരെ കടുത്ത നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇത് സംബന്ധിച്ച് ഉന്നത അധികാരികൾക്കും ആരോഗ്യ വകുപ്പിനും ഔദ്യോഗികമായി പരാതി നൽകാനാണ് ബന്ധുക്കളുടെ തീരുമാനം. പാവപ്പെട്ട ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് വീണ്ടും ഇത്തരമൊരു ഗുരുതരമായ അനാസ്ഥയുടെ വാർത്ത പുറത്തുവരുന്നത് ആരോഗ്യ വകുപ്പിന് തന്നെ വലിയ നാണക്കേടാണ്. അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ICUവിൽ പോലും രോഗികളുടെ മുറിവിൽ പുഴുവരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത അനാസ്ഥ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം.